പല 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 ഇതും പറഞ്ഞ് ഇനിയിപ്പോ ക്യാൻസർ വരെ എത്തി. ഇനിയിപ്പോ ഒന്നും തന്നെ പറയാനില്ലല്ലേ ചേച്ചി ഇതുവരെ? ഒന്നും തന്നെ പറയാനില്ല. ഇനിയിപ്പോ ഒന്നും പറയാനില്ല എനിക്ക്. സമയമാകുമ്പോ അല്ലെങ്കിൽ സമയമല്ല, എനിക്ക് പറയാൻ എന്തെങ്കിലും ഒരു കാരണം അല്ലെങ്കിൽ എനിക്ക് പറയാനുണ്ടെങ്കിൽ. എല്ലാവർക്കും നമസ്കാരം. രേണുസുതി ക്യാൻസർ ഈ ഒരു സംബന്ധമായിട്ടുള്ള വിഷയമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ രേണുസുതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ പറയാം, ആർക്കും ഒരസുഖങ്ങളും വരാതിരിക്കട്ടെ. ഒരസുഖം നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഒരു അസുഖം വന്ന് നരയിക്കേണ്ട ഒരു ഗതികേട് വരാതിരിക്കട്ടെ. അപ്പോൾ ഇനി രേണുസുതി വിഷയത്തിലോട്ട് വരാം. ഇവിടെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഷെഫീന താത്ത തെളിവുകൾ വെച്ചാണ് സംസാരിക്കുന്നത്, തെളിവുകളാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ അടുത്ത് വേറെ കുറേ പേര് പറയുന്നുണ്ട് മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത് കാണിക്കടാ, അതാണ് ഇതാണെന്നൊക്കെ. ഒരാളുടെ കൺസെന്റ് ഇല്ലാണ്ട് മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത് എനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും? ഇനി ഞാൻ പോയി മറ്റേ ഹോസ്പിറ്റലിൽ പോയിട്ട് താത്ത പറഞ്ഞതുപോലെ മറ്റേ ഹോസ്പിറ്റലിൽ പോയിട്ട് മെഡിക്കൽ റിപ്പോർട്ട് 15 മിനിറ്റിനകത്ത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ? എൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ മാക്സിമം ഈ വീഡിയോ കാണുക, കണ്ടിട്ട് എന്നെ ചീത്ത വിളിക്കുക. എന്തായാലും നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല, അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് റെന്റിന് കയറി വന്ന ടീംസാണ്. അതെനിക്ക് മനസ്സിലായി. ഓക്കെ, ഞാൻ ഒരാളുടെ അസുഖം വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കി അതിനെ വെച്ചിട്ട് ചർച്ച ചെയ്യാൻ ഒട്ടും താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കേസ് അറിഞ്ഞ സമയത്തും ഞാൻ മിണ്ടാതിരുന്നത്. അപ്പോൾ വേറൊരാൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ 7 ദിവസമായിട്ടും ഇത് അറിഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരുന്നെന്നൊക്കെ. എടാ, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പിന്നെ? രേണുസുതിക്ക് ഇങ്ങനെ ഒരു അസുഖമാണ്, ഇതെല്ലാവരും അറിഞ്ഞോ, എക്സ്ക്ലൂസീവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതെടുത്തൊരു കണ്ടന്റാക്കി ചെയ്ത് കൊട്ടി ആഘോഷിച്ച് അതിനെ വെച്ചിട്ട് മറ്റേ ആഘോഷിക്കാനാണ്? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എന്തോന്ന് അത്രയ്ക്ക് മനുഷ്യപ്പറ്റില്ലാത്തവനാണ്? എന്തോന്നല്ലേ? നിങ്ങളുടെയൊക്കെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ ഒന്ന് ആഘോഷിച്ച് വളരെ മറ്റേ സെറ്റപ്പിൽ ആഘോഷിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് എല്ലാവരും കൂടി എൻ്റെ അടുത്ത് പറയുന്നത്. എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് അവരുള്ള ആൾക്കാരുണ്ട് കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്, അതിൽ നീ പറയുന്നൊരു കാര്യമുണ്ട്, അതങ്ങനെ പറഞ്ഞ് ആഘോഷിച്ച് നടക്കേണ്ട ഒരു കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ രേണുസുതിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലയോ, അത് അവളുടെ ഇഷ്ടത്തോട്, അത് രേണുസുതി എന്നല്ല ആരായാലും നാളെ എനിക്കോ നിങ്ങൾക്കോ ഒരു പ്രശ്നം ഉണ്ടായാൽ കൂടി നമ്മൾ ആരും വന്ന് പബ്ലിക്കിൽ പറയാൻ താല്പര്യപ്പെടില്ല അല്ലേ? അല്ലെങ്കിൽ നാട്ടുകാരടുത്ത് പറഞ്ഞ് ആഘോഷിക്കാൻ താല്പര്യപ്പെടില്ല. ഞാൻ അങ്ങനെയാണ് കേട്ടോ. എൻ്റെ കുറവുകളെയും ഒക്കെ പറഞ്ഞിട്ട് സഹതാപം പിടിച്ചു പറ്റിയിട്ട് അതുവഴി ഒരു സംഭവം നേടാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ ഒരുപാട് പേര് പണ്ട് നിന്റെ മുഖത്ത് എന്ത് പറ്റി, എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായെന്ന് സ്റ്റോറീസ് ചോദിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ കഥ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അല്ലാണ്ട് നിരന്തരം വന്നിരുന്നിട്ട് എനിക്ക് ആക്സിഡന്റ് പറ്റിയതാണ് അയ്യോ എന്നൊന്നും പറഞ്ഞ് ഞാനൊരു സഹതാപം പിടിച്ചു പറ്റാൻ വന്നിട്ടില്ല. ഓക്കെ, ഇവിടെ രേണുസുതിക്ക് അസുഖമുണ്ടോ ഇല്ലേ എന്നല്ല പ്രശ്നം. കാരണം ഇപ്പം രേണുസുതിക്ക് അസുഖം ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കാണിക്കണം. ഏത്? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിക്കണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഡീറ്റെയിൽസ് എല്ലാം കാണിക്കണം. കാണിച്ചാൽ ഇവിടെ ഉള്ളവർക്കൊക്കെ അത് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. ഒരാളുടെ അസുഖം അത് എനിക്കും നിങ്ങൾക്കൊക്കെ നാളെ വരാൻ പോസിബിലിറ്റിയാണ്, അറിയാൻ പാടില്ല. അപ്പം ഞാൻ അതെടുത്ത് വെച്ചിട്ട് വന്നിരുന്നിട്ട് വലിച്ചു കയറാൻ എനിക്കൊരു താല്പര്യമില്ല. ഞാൻ രേണുസുതിയുടെ കണ്ടന്റിനെയാണ് വിമർശിക്കുന്നത്. അതുപോലെ തന്നെ കാണിച്ചു കൂട്ടിയിട്ടുള്ള പല കോപ്രായങ്ങളെയാണ് ഞാൻ വിമർശിച്ചിട്ടുള്ളത്. പക്ഷെ അവൾക്കൊരു അസുഖം വരുമ്പോൾ അതിനെ എടുത്തു വെച്ച് സന്തോഷിക്കാൻ മാത്രം ഞാനൊരു മൊണ്ണയല്ല കേട്ടോ, അല്ലെങ്കിൽ അത്രയും മനുഷ്യപ്പറ്റില്ലാത്തവനല്ല ഞാൻ. എന്തുവായത്? ഓക്കെ, കുറേ പേര് പറയുന്നുണ്ട് അവൾക്കിത് വരണം, നാശമായി പോകണം. എടാ, നാളെ നമുക്ക് വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഒരിക്കലും നമ്മളെ ശത്രുക്കളിൽ നിന്ന് പോലും ഈ അസുഖം വരണമെന്ന് ആഗ്രഹിക്കരുത്. ഞാൻ അതേ പറയുന്നുള്ളൂ. ഒരുപാട് പേര് എടുത്തിട്ട് പറയുന്നുണ്ട് ഞാൻ ഫേക്ക് പറയുകയാണ്, ഞാൻ കള്ളം പറയുകയാണ്, നീ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഏതെങ്കിലും കാലത്ത് രേണുസുതി വന്ന് പറയട്ടെ, അന്ന് നിങ്ങൾ എന്താണെന്ന് അതിന്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കട്ടെ. ഇന്ന് എന്നെ തെറി വിളിക്കുന്നവരെല്ലാം വിളിച്ചോ, പക്ഷേ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തും കിടന്ന് കയ്യാല പുറത്ത് തേങ്ങ പോലെ കളിക്കാണ്ട് കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് കമന്റ് ചെയ്യാൻ നോക്ക് കേട്ടോ. ഈ കമന്റ് ചെയ്യുന്ന സ്ഥിരമായിട്ട് കാണുന്ന മാന്യമായിട്ടുള്ള ആൾക്കാർക്ക് ബോധം വിവരമുള്ളവർ എൻ്റെ അടുത്ത് പേഴ്സണലി അയച്ചിട്ട് പറയണം അതിൽ നിന്റെ ഭാഗത്ത് തെറ്റില്ല, നീ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. കമന്റ് ബോക്സിലും പറയുന്നുണ്ട്. പക്ഷെ അപ്പുറത്തുനിന്ന് കുറേ കൊട്ടേഷൻ എടുത്ത് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. എനിക്ക് തെറി വിളിക്കാൻ അറിഞ്ഞിടത്തുണ്ടല്ല, വേറെ കുറച്ച് കാര്യങ്ങൾ തിരക്കായിപ്പോയി കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പൂര തെറി വിളിച്ചാൽ വിടുവാണ്. പിന്നെ ഇന്നലെ ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി മുതൽ അങ്ങോട്ട് തെറി വിളിക്കുന്ന കുറച്ച് കുറയ്ക്കണം. അതായത് കുറേ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബിലുള്ള കുറേ ഫ്രണ്ട്സൊക്കെ തന്നെ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ആളിയാം വെറും ഇതായിക്കൊണ്ടിരിക്കുകയാണ്, നീ കുറച്ച് മാന്യത കീപ്പ് ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ട് ഇനി മുതൽ കുറച്ച് മാന്യമായിട്ട് സംസാരിക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് മാന്യത കീപ്പ് ചെയ്ത് ആ ഒരു രീതിയിൽ തീരെ അപരാധികളായിട്ടുള്ള ആൾക്കാരെ മാത്രം ആ ലെവലിൽ വെറും മോശമായിട്ടുള്ള സെറ്റപ്പിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അതിനെയൊക്കെ മാത്രം വലിച്ചു കീറി ഒട്ടിക്കും. അല്ലാത്ത പക്ഷം പറയുന്ന പോലെ കുറച്ച് മാന്യമായിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും രേണു ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ രേണുവിന് ക്യാൻസർ സത്യം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് രേണു തന്നെ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. അപ്പോൾ ചേച്ചി ഇതേപോലെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ചേച്ചിക്കെതിരെ വരുന്ന പുതിയൊരു വിവാദമാണ് ചേച്ചിക്ക് ക്യാൻസർ ആണെന്നും അതിനെ സംബന്ധിച്ച് ഒരുപാട് ന്യൂസുകൾ പല കമന്റുകളും ഒക്കെ വരുന്നുണ്ട്.
അപ്പൊ ചേച്ചി എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത്? പല അലിഗേഷൻസും ഇതിനു മുന്നേ ഈ പുറത്ത് വിട്ടവരും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, മെഡിക്കലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരെ പല അലിഗേഷൻസ് ഇതിനു മുന്നേ നിങ്ങൾക്കറിയാലോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നെ പറ്റി. സോ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അതുകൊണ്ട് പറയാനില്ല. ദയവേദി ഇപ്പൊ എനിക്ക് പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാനത് എന്റെ സ്നേഹിക്കുന്നവർ, എന്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ വന്ന് പറഞ്ഞു. എനിക്കിത് ഇപ്പൊ പറയാനുള്ളൂ. എന്നിട്ട് എന്തായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വരാൻ? കുറെ പേര് പറഞ്ഞത് ഇത് ഫേക്കാന്ന്, കുറെ പേര് പറയുന്നുണ്ട്, അവർക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് കുറെ നെഗറ്റീവ് അങ്ങനെ വരുന്ന കുറെ ആൾക്കാർ. എനിക്ക് ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ല, ഇതിന് മുന്നേ അലിഗേഷൻസിന്റെ ഒരു നിര തന്നെ എനിക്കെതിരെ വന്ന ഒരു വേറൊരു ഹോസ്പിറ്റലിന്റെ പേരും പറഞ്ഞു ഒരുപാട് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് ഞാനും കാണുന്നത്. പിന്നെ ഒന്നേ പറയാനുള്ളൂ, ഇപ്പം ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിപ്പം എന്നെ അതിനെപ്പറ്റി പറഞ്ഞു. നമുക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ നമ്മൾക്കൊക്കെ നല്ല മനസ്സുള്ളവരാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന ഇപ്പൊ ഇത് അറിഞ്ഞാൽ തന്നെ, ഇപ്പൊ അറിഞ്ഞാലും അറിഞ്ഞില്ലല്ലോ ഇങ്ങനെ ഒരു രോഗം ഒരു മനുഷ്യനുണ്ടെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ എന്താ ഓർക്കുന്നത്? ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഇത് വരണ്ടേ? എല്ലാവരുടെ മനസ്സിൽ നമ്മൾ എല്ലാരെ പറ്റി പ്രാർത്ഥനയോടെ ഇരിക്കുക, ഇഷ്ടമായ ചിന്തകൾ വിടുക. ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കൊടുത്തിട്ടില്ല. ഉണ്ടെന്നോ ഇല്ലെന്നോ രേണു കൊടുത്തിട്ടില്ല. അത് അവളുടെ ഇഷ്ടമാണ്. ഞാൻ രേണു എന്ന് പറയുന്ന വ്യക്തിയുടെ കണ്ടന്റിനെ വിമർശിക്കുന്നുണ്ട്, കാണിച്ചു കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങളെല്ലാം ഞാൻ വിമർശിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കടാ, എന്തുവാ എൻ്റെ അടുത്ത് നിങ്ങൾ എന്താ പറയുന്നത്? കുറെ പേരൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ പറയുന്നത്? രേണുവിന് ഈ ഒരു അസുഖം വന്നതിൽ ഞാൻ സന്തോഷിക്കാനോ അല്ലെങ്കിൽ ഞാൻ അതിനെ വലിച്ചീറി ഒട്ടിക്കാനോ? ഇങ്ങനത്തെ ഒരു കാര്യം അറിഞ്ഞോ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാത്തതാണോ തെറ്റ്? എനിക്ക് അറിയത്തില്ല എന്താണ് അതിന്റെ ഒരു ഉദ്ദേശമെന്ന്. ഞാനിത് അറിഞ്ഞു, ഓക്കെ, അറിഞ്ഞ സമയത്ത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം പല കോൺട്രവേഴ്സികളും ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് രേണു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയടിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ആരുടെ പറഞ്ഞില്ല. അങ്ങനെ ഇത് അറിയാവുന്ന ഒരു ആൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന്. ഇത് ഞാൻ ഒരിക്കലും എൻ്റെ വോയിസ് പുറത്തു പോകുന്നോ മറ്റവരെടുത്ത് കണ്ടന്റ് ആക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല സ്വപ്നത്തിൽ പോലും. അവർക്ക് എന്ത് എത്തിക്സ് ഇരിക്കുന്നത്? ഒരാൾക്ക് ഇന്നൊരു ഇഷ്യൂ ആണെന്ന് അറിഞ്ഞപ്പോൾ അതിനെ വരെ എടുത്തു വെച്ച് കണ്ടന്റ് ആക്കിയതാണ് അവർ. എന്നിട്ട് അവർ പറയുന്നു ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് ഞാൻ നീതി പുലർത്തിയില്ലെന്ന്, ഞാനിത് അറിഞ്ഞപ്പോൾ പറഞ്ഞില്ലെന്ന്. എന്താണോ നിങ്ങൾ പറയുന്ന വൃത്തികെട്ട സ്ത്രീയെ? ഒരാൾക്ക് അസുഖം വന്നതാണോ ഞാൻ എടുത്ത് കണ്ടന്റ് ആക്കേണ്ടത്? നിങ്ങൾക്ക് ഇത്ര മനുഷ്യ പറ്റില്ലാത്ത സാധനം. എല്ലാം കണ്ടന്റ്. മറ്റവൻ്റെ ആസനം വരെ കുത്തിയാലും കണ്ടന്റ് ഉണ്ടാക്കിയാൽ മതി എന്നുള്ള മൈൻഡാണ്. ഞാൻ ഉണ്ടാക്കാറുണ്ട് കണ്ടന്റ്. എല്ലാ കാര്യങ്ങളും എൻ്റെ കൺമുന്നിൽ കാണുന്നതൊക്കെ ഞാൻ എടുത്ത് വിമർശിക്കാറുണ്ട്, വലിച്ചു കയറി ഒട്ടിക്കാറുണ്ട്. പക്ഷെ ഒരാൾക്ക് അസുഖം വന്നെന്ന് പറഞ്ഞ് അതിനെ എടുത്ത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി വലിച്ചൊട്ടിക്കാൻ മാത്രം ചെറ്റയല്ല, തന്തയില്ലാത്തവനല്ല ഞാൻ. നിങ്ങൾ അതിൻ്റെ പേരിൽ എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്താലും ചീത്ത വിളിച്ചാലും എനിക്കൊന്നുമില്ല. ഞാൻ എൻ്റെ മനസാക്ഷിക്കൊത്ത സാധനം ഞാൻ പറയും. മനസ്സിലായോ? രേണു സുധി എന്ന് പറയുന്ന ആളുടെ കണ്ടന്റിനെ വിമർശിക്കുന്നുണ്ട്, ചെയ്തു കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങളെ ഞാൻ വിമർശിക്കുന്നുണ്ട്. പക്ഷേ ഒരു അസുഖം വരുമ്പോൾ അതിനെ എടുത്തു വെച്ച് വിമർശിച്ചിട്ട് അവർക്ക് അങ്ങനെ വരണമെന്ന് പറയണമെങ്കിൽ ഞാൻ അത്രയും തന്തയില്ലാത്തവനായിരിക്കണം. മനസ്സിലായ? അത്രയ്ക്ക് മനുഷ്യപ്പറ്റില്ലാത്തവനൊന്നും അല്ല ഞാൻ. ഓക്കെ, അവളുടെ കാര്യങ്ങൾ നോക്കി എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ. അവൾക്ക് നാളെ അത് വന്ന് സമൂഹത്തോട് പറയണമെന്ന് തോന്നി അവൾ പറയട്ടെ. അല്ലാണ്ട് വന്നിട്ട് ഞാൻ മറ്റേ എന്തോ തിരികൊളുത്തി വിട്ട പോലെയൊക്കെ പറയുന്നുണ്ട്. എടാ, ഞാനൊന്നുമല്ല ഈ കണ്ടന്റ് ആദ്യം എടുത്തുകൊണ്ട് അടിച്ചത്, അവളാണ്. ആര്? താത്ത. അവരാണ് ഈ സാധനം ആദ്യം എടുത്തിട്ട് അങ്ങോട്ട് അടിച്ചത്. എക്സ്ക്ലൂസീവ് അടിച്ചുണ്ടാക്കി ലക്ഷങ്ങൾ വാരിക്കൊണ്ട് പോകാന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. അല്ലാണ്ട് ഞാനല്ല. ഞാനിത് അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നത് എൻ്റെ എത്തിക്സ്, എൻ്റെ മനസാക്ഷി. എനിക്കത് വെച്ച് ഒരു കണ്ടന്റ് ഉണ്ടാക്കി എനിക്കൊരു താല്പര്യമില്ല. പിന്നെ ആദ്യം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ പറയുന്നത് പോലെ ഇത് ഒറിജിനലാണോ ഉടായ്പാണോ. പിന്നെ ചെങ്ങന്നൂർ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യമായിട്ട് പോയ സമയത്ത് ഞാൻ അന്വേഷിച്ചായിരുന്നു. ഞാൻ കുറച്ച് സർക്കിളിൽ പോയി ഒന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. ഓക്കെ, ഞാനിനി സ്ഥിരീകരിച്ച് ഉറപ്പിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഇനി നാളെ ഞാൻ പറഞ്ഞെന്ന് പറയും. ഓക്കെ, ഞാനത് പറയുന്നില്ല. എന്തെങ്കിലും രേണു ഒന്ന് പറയട്ടെ, രേണുവിന് എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ. അല്ല, ഞാൻ കൂടുതലൊന്നും പറഞ്ഞു ഇനിയിപ്പം നിങ്ങളെല്ലാവരും കൂടി പറയും ഞാനാണത് പറഞ്ഞുണ്ടാക്കിയത്. ആ ഒരു രീതിയിലോട്ടാണ് പറയുന്നത്. കാരണം താത്ത വന്നിട്ട് ഞാൻ പേഴ്സണലി ഒരാൾക്ക് എന്നോട് ചോദിച്ചപ്പം ഞാൻ റിപ്ലൈ കൊടുത്ത വോയിസ് എടുത്തുകൊണ്ട് പോയി കണ്ടന്റ് ആക്കിയ മുതലാണ് ഈ താത്ത. മനസ്സിലായോ? അപ്പം ഞാനിത് പേഴ്സണലായിട്ട് ഞാൻ അറിഞ്ഞിട്ട് ആർക്കും പറയാതെ വെച്ചിരുന്നത് ഞാൻ എന്തോ ചെയ്ത് അപരാധം പോലെയാണ് കുറേ പേര് പറയുന്നത്. ഇപ്പം രേണുവിൻ്റെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴേ തന്നെ രേണു തന്നെ അങ്ങും ഇങ്ങും തൊടാതെ പറയുന്നുണ്ട്. ഒരു ക്ലിപ്പ് കൂടി ഉണ്ട്, കൊടുക്കുക. പല ഇതും പറഞ്ഞ് ഇനിയിപ്പോ ക്യാൻസർ വരെ എത്തി. ഇനിയിപ്പോ ഒന്നും തന്നെ പറയാനില്ലല്ലേ ചേച്ചി? ഒന്നും തന്നെ പറയാനില്ല. ഇനിയിപ്പോ ഒന്നും പറയാനില്ല എനിക്ക്. സമയമാകുമ്പോ അല്ലെങ്കിൽ സമയമല്ല, എനിക്ക് പറയാൻ എന്തെങ്കിലും ഒരു കാരണം അല്ലെങ്കിൽ എനിക്ക് പറയാനുണ്ടെങ്കിൽ എനിക്ക് എന്റേതായ ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞാൽ എന്റെ വായിൽ നിന്ന് കേൾക്കാനാണ് എല്ലാവരും എന്താണ് സത്യം അല്ലെ, നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന. അങ്ങനെ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പ്രേക്ഷകരോട് നേർക്ക് നേരെ എന്ന് പറയും. അത് ഇത്രയും നാളും അങ്ങനെ ആയിരുന്നല്ലോ. നിങ്ങൾക്കറിയാം, ഞാൻ എന്തെങ്കിലും ഒരു ക്വസ്റ്റിന് ആൻസർ പറയാതിരുന്നിട്ടുണ്ടോ? എന്റെ പ്രേക്ഷകർക്ക് മുന്നേ ഞാൻ എന്തായാലും, എന്നെ സ്നേഹിക്കുന്ന കുറെ ആളുകൾക്ക് മുന്നേ ഞാൻ എന്തായാലും
എന്താ പറയാ, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പറയാണ്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തോന്നുന്നുണ്ടോ? ഞാൻ വളരെ ഹാപ്പി അല്ലേ. ഒരു മൂക്കിപ്പനി വന്നത് കേട്ടാ പലരും തലകറങ്ങി താഴെ വീഴുന്ന കാലഘട്ടം. ക്യാൻസർ എന്നൊരു അസുഖം ഇങ്ങനെ പറഞ്ഞ ആരാണ് ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഇനി ഇതിനെപ്പറ്റി എനിക്കൊന്നും പറയാം. ഓക്കെ, മറുപടി കൊടുക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, അങ്ങനെ ഇല്ലാതിരിക്കട്ടെ, നിനക്ക് അങ്ങനെ ഇല്ലാതിരിക്കട്ടെ. ഞാൻ അതേ പറയുന്നുള്ളൂ, നിനക്ക് അങ്ങനെ ഇല്ലാതിരിക്കട്ടെ. ഓക്കെ, എനിക്കതേ ഇവിടെ പറയാൻ പറ്റുന്നുള്ളൂ. ഞാൻ നിനക്ക് ഇല്ലാതിരിക്കട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും രേണു കുറച്ചൊക്കെ ഈ പറയുന്ന പോലെ സബ്സ്ക്രിപ്ഷനിൽ പറയാവുന്നതേ ഉള്ളൂ. ബാക്കി കേട്ടോ, ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാതിരിക്കും. അത്രയും പറയണമെന്ന് എനിക്ക് തോന്നി. വേറെ ഒന്നും കൊണ്ട് സഹതാപം കാണിക്കുന്നതല്ല, ഒന്നുമല്ല. എനിക്കും ജീവിതത്തിൽ എൻ്റെ മുന്നിൽ എനിക്ക് എൻ്റെ നെഗറ്റീവ്സ് അല്ലെങ്കിൽ എൻ്റെ കുറവുകൾ കണ്ടിട്ട് എൻ്റെ അടുത്ത് സഹതാപം കാണിക്കുന്നവർ എനിക്കിഷ്ടമല്ല. മനസ്സിലായി? സഹതാപം കാണിക്കുന്നതല്ല. പക്ഷേ ഒന്ന് ആലോചിക്കുക. ഈ പറഞ്ഞ പോലെ നിനക്കൊരു അസുഖവും ഇല്ലാതിരിക്കട്ടെ, അതേ ഞാൻ പറയുന്നുള്ളൂ. എന്തായാലും കുഴപ്പമില്ല. ഞാൻ ഒരു കമൻ്റ് ഒന്ന് കൊടുക്കാം കേട്ടോ. ക്യാൻസർ ന്യൂസ് സത്യമാണോ എന്ന് പറഞ്ഞ് രേണുവിൻ്റെ കമൻറ്റ് ബോക്സിൽ ആരോ കമൻറ്റ് ഇട്ടപ്പോൾ രേണു കൊടുത്ത റിപ്ലൈ ആണ്, മറ്റവളെ ഞാൻ പറഞ്ഞോടി നിനക്ക് അസുഖമാണെന്ന് റെക്കാത്തിക്കാൻ പറഞ്ഞ എന്തോ മനസ്സിലാവുന്നില്ല. പറഞ്ഞ അവലിൽ ആ ശവമേ തേനിക്കാലു എന്തോന്ന് അടിച്ചു വെച്ച് എനിക്ക് സത്യം പറഞ്ഞൊന്നും മനസ്സിലായില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. ഓക്കെ, രേണുവിൻ്റെ ഒരു സ്റ്റോറി ഞാൻ കൊടുക്കാം. യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. ഓക്കെ, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. കുറച്ച് കമൻസ് വായിക്കാം. ചോദിച്ചതിനുള്ള, അതായത് ഇപ്പോൾ 2 ക്ലിപ്പ് കാണിച്ചില്ല, അതിൻ്റെ താഴെ വന്നതാണ്. ചോദിച്ചതിനുള്ള മറുപടി ഇതാണോ? ചക്ക എന്ന് ചോദിച്ചാൽ മാങ്ങ എന്നാണ് മറുപടി. ഇത്രയും വലിയ ഒരു അലിഗേഷൻ പ്രചരിക്കുമ്പോൾ അത് കള്ളമാണെങ്കിൽ പൂർണ്ണമായി നിഷേധിക്കാതെ ഒരുമാതിരി മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ടെന്ന മറുപടി ഈ സ്നേഹിക്കുന്നവർക്ക് മുന്നിൽ പറയും എന്ന് പറഞ്ഞാൽ പൈസ അടച്ചവർക്ക് മുന്നിലാണോ? അവർ സ്നേഹിക്കാൻ വന്നാലല്ലേ കാമം തീർക്കാൻ വരുന്നതാണ് കഷ്ടം. ഇതൊക്കെ രേണു സത്യം പറഞ്ഞാൽ എരന്ന് വാങ്ങുന്ന കുറേ കമൻസാണ്. നീ ആ പബ്ലിക്കിലോട്ട് കൊടുത്തിട്ടുള്ളതിനുള്ള ഇമ്പാക്റ്റാണ് നിനക്ക് കിട്ടുന്നത്. ഞാൻ അതാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴിതിൻ്റെ ഇതൊന്നും മനസ്സിലാക്കത്തില്ല. കുറേ കാലം കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ നെഗറ്റീവുകൾ നമുക്ക് തിരിച്ചടിക്കാൻ തുടങ്ങും. അത് ചിലപ്പോൾ കുറച്ച് താമസിച്ചാലും കുറച്ച് നേരത്തെ ആയാലും നമുക്ക് തിരിച്ചടികളായിട്ട് കിട്ടും. അതാണ് ഇപ്പോൾ ആൾക്കാരുടെ കമൻറ്റ് ബോക്സിൽ. നിനക്കൊരു അസുഖമാണ് വയ്യ എന്ന് പറഞ്ഞപ്പോഴും നിന്നെ തെറി വിളിക്കാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അതായത് നിനക്കങ്ങനെ വരണം, ബിഷപ്പിൻ്റെ ശാപം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അടക്കം നിന്നെ വിമർശിക്കാൻ ആൾക്കാരുണ്ട്. അവരെ ഞാൻ പൂർണ്ണമായിട്ട് തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം ഒരു ടൈമിൽ നീ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ഒക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെ പറയേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് വരും. മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മനുഷ്യൻ്റെ കാര്യമാണ്, നമ്മൾ തീരെ അങ്ങോട്ട് ഇതാകരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നാളെ അത് നമുക്ക് തന്നെ തിരിച്ചടിയായിട്ട് വരും. എന്നാലും രേണുവിന് ഒരു കുഴപ്പവുമില്ലാതെ ജീവിതത്തിലോട്ട് സേഫായിട്ട് വരാൻ സാധിക്കട്ടെ. അത് എനിക്ക് പറയണമെന്ന് തോന്നി. എന്നാലും കൂടുതൽ പ്രശ്നങ്ങളിലോട്ടോ ആപത്തിലോട്ടോ ഒന്നും പോകാതിരിക്കട്ടെ. പിന്നെ ഇതിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരടുത്ത് എനിക്കൊന്നും പറയാനില്ല. ഞാൻ സീരിയസ്ലി പറയാം, ഞാൻ ഇനി ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്യില്ല. ഈ അസുഖവും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്യില്ല. എന്നെങ്കിലും രേണു വന്ന് ഇതിൻ്റെ സത്യാവസ്ഥ ക്ലിയർ ആയിട്ട് പറയട്ടെ, അന്ന് നോക്കാം. അന്ന് എന്നെ ചെളിവാരി എറിഞ്ഞവരും ഇന്ന് വാരിയിട്ട് അടിക്കുന്നവരൊക്കെ അന്ന് മനസ്സിലാക്കുക. ഒന്നുമില്ലല്ലോ, അത് മതി. അവള് പ്രേക്ഷകരെ പറ്റിക്കാൻ വന്നത്, അല്ലാതെ ചോദിച്ചതിനുള്ള ഉത്തരം നേരെ വണ്ണം പറയില്ല. അത് ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. ഞാൻ തന്നെ ഈ കേസ് കേട്ടപ്പോൾ ചിന്തിച്ചത്, അവള് ചിലപ്പോൾ ഇത് ഫേക്കായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതവണ നീ പലതും ഉണ്ടാക്കി വെച്ചത് കൊണ്ടാണ്. എന്തായാലും അങ്ങോട്ടുള്ള ജീവിതം അടിപൊളി ആകട്ടെ. വൈറൽ ആ വീഡിയോ ഹൈഡ് ചെയ്യാൻ ഒന്നും വരാതിരിക്കട്ടെ. നല്ലത് ആയിട്ട് ജീവിക്കുക, ആരുടെയും ശാപം വാങ്ങിക്കാതിരിക്കുക. തെറ്റു കണ്ടാൽ തെറ്റെന്ന് പറയും, അല്ലാതെ കുറ്റം പറയുന്നവർ ഒരിക്കലും ശപിക്കില്ല. സത്യം, നിന്റെ തെറ്റുകളെല്ലാം വിമർശിച്ചിട്ടുണ്ട്. അല്ലാണ്ട് നീ ഒരിക്കലും നശിച്ചു പോകണമെന്നോ നാറാണത്തായി പോകണമെന്നോ നിന്നെ ശപിച്ച് നിനക്കൊരു മാരക അസുഖം വരണമെന്ന് പറഞ്ഞ് ഇവിടെ നമ്മളാരും പറയാറില്ല. അതാണ് സത്യം. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ, രോഗങ്ങളൊന്നും വരാതെ ദൈവം രക്ഷിക്കട്ടെ. എല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഇനി ഇതുകൂടി ഉള്ളൂ. കഷ്ടം തന്നെ ചുമ്മാ പോലും പറയാതെ അങ്ങനെ ആർക്കും വരുത്തല്ലേ ക്യാൻസർ. ആ വേദന ഈശ്വരൻ കണ്ട് നിൽക്കാൻ പോലും പറ്റില്ല. സത്യം, കഷ്ടം എന്തിനാ അതിങ്ങനെ എങ്കിലും ജീവിക്കട്ടെ. എന്തൊക്കെയായി പറഞ്ഞു പരത്തുന്നത്. ഇപ്പോൾ സമാധാനമായി ചേച്ചി, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നും വരാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിൻ്റെ പിന്നാലെ പിടിച്ചു പോകാനോ ഈ ഒരു അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞ് കണ്ടന്റ് അടിക്കാൻ എനിക്കൊരു താല്പര്യമില്ലായിരുന്നു. ആ താത്തയാണ് ഇതിൻ്റെ അകത്തോട്ട് എന്നെ വലിച്ചിട്ട്. മര്യാദയ്ക്ക് ഞാൻ എൻ്റെ കാര്യം നോക്കി പോവുകയാണ്. ഞാൻ ഇനി ഇപ്പോൾ നിങ്ങളോടുത്ത് പറയാണ്,
രേണുവിൻ്റെ ഈ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിലവൻ്റ് ആയിട്ട് രേണു വന്ന് പറയാതെ അല്ലാതെ ഞാനായിട്ട് എടുത്തടിക്കാനായിട്ട് വരുന്നില്ല. പിന്നെ എനിക്കിട്ട് ചൊറിയാൻ താത്തയെ നിൽക്കരുത് കേട്ടോ. ചുമ്മാ എനിക്കിട്ട് ചൊറിഞ്ഞ് അവിടെ നിന്ന് ഇവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും എൻ്റെ വോയിസ് എടുത്തോണ്ട് വന്നിട്ട് ഞാൻ കുണച്ചെന്ന് പറഞ്ഞുകൊണ്ട് വരരുത് കേട്ടോ. എനിക്കിത് വളരെ മാന്യമായിട്ട് ഞാൻ ഇനി മുതലുള്ള വീഡിയോയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ കയറി വരും, അതുൽ വ്ളോഗ്സായി മാറും. ഞാനിപ്പോൾ അതുലായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. നോർമൽ ഒരു പച്ചയായ മനുഷ്യൻ മനസാക്ഷി കുത്തുള്ളവനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണം. കാരണം കുറേ പേര് ഇത് വന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ശരിയല്ല. ഞാൻ തെറ്റുകണ്ടോ തെറ്റെന്ന് പറയും. കുറേ പേര് പറയുന്നുണ്ട് അവൾക്കതിൻ്റെ ആവശ്യമുണ്ട്, അവൾക്കത് വേണമായിരുന്നു, അവൾ ചെയ്തതിനുള്ള കർമ്മ കിട്ടിയതാണ്. ഓക്കെ, ഒരിക്കലും ഇങ്ങനെ ഒരു അസുഖം വന്ന് ചാകണമെന്ന് ശത്രുക്കൾക്ക് പോലും ഉണ്ടാകരുതെന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരുത്തനാണ് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരണമെന്നോ. ഓക്കെ, സഹതാപത്തിനോ അല്ലെങ്കിൽ ഭയങ്കര മാസ് കാണിക്കുന്നതോ ഒന്നും അല്ല. എൻ്റെ മനസാക്ഷിക്ക് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ ചാനൽ വെച്ചിട്ടുള്ളത്. അതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കുകയോ എന്ത് ചെയ്താലും എനിക്കൊരു തേങ്ങയില്ല. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയും, ഞാൻ പോകും, അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.